പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എല്ലാവർക്കും സ്നേഹവന്ദനം. സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. ഏതായാലും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സുഖമല്ലെങ്കിൽ ഈ അനുഗ്രഹ ആശംസ കൊണ്ട് തന്നെ കർത്താവ് നിങ്ങളെ സന്ധിച്ചോളൂ. ഐ നോ ഇറ്റ്. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, ദൈവമാതാവേ, അന്ന് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് 20 വർഷം കഴിഞ്ഞ ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അങ്ങ് മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. പ്രാർത്ഥന ആവശ്യം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ ദ്വാദശക വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. അനുദിന അനുഗ്രഹ പ്രാർത്ഥന. കർത്താവ്, ഇന്നത്തെ ദിവസത്തോട് നന്ദി പറയുന്നു. ജനുവരി 30-ാം തീയതി ആയിരുന്ന വ്യാഴാഴ്ച അങ്ങയുടെ തിരുമുറിവാളുന്ന വലതുകരത്താൽ അങ്ങയുടെ മക്കളെ ശിരസ് ആശീർവദിക്കപ്പെടുന്നു. കർത്താവിൻ്റെ കരുണ നിങ്ങൾക്ക് ആവശ്യിക്കട്ടെ. കർത്താവ് നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. അമ്മേ പരിശുദ്ധ ദേവമാതാവേ, കാനായിലെ കല്യാണ കുടുംബത്തിൽ എന്ന പോലെ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് വന്നു നിന്നുകൊണ്ട് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പോരായ്മകളെയും ഇല്ലായ്മകളെയും വല്ലായ്മകളെയും അവർക്ക് ഇല്ല എന്നുള്ളൊരു വാക്കിൽ തന്നെ കർത്താവെ ഞങ്ങളുടെ ഇല്ലായ്മകളെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഈശോയ്ക്ക് ഏൽപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളത് ഈശോ ഏറ്റെടുത്ത് കഴിഞ്ഞുവെന്ന് പൂർണ്ണമായി വിശ്വസിക്കാനുള്ള വിശ്വാസം വരത്താൽ ഞങ്ങളെ ധന്യമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിങ്ങളെ ആശീർവദിക്കട്ടെ. രോഗികളെ ആശീർവദിക്കട്ടെ. പീഡിതരെ ആശീർവദിക്കട്ടെ. കർത്താവിന് ഉന്നതമായ നാമത്തിൽ അസ്ഥിരോഗങ്ങളുള്ളവർ, മാനസിക വിഭ്രാന്തികളുള്ളവർ, ഉറക്കമില്ലാത്തവർ, നടക്കാൻ പറ്റാത്തവർ, കർത്താവ് കുഴഞ്ഞിരിക്കുന്നവർ, അതുപോലെ തന്നെ പ്രഷറിൻ്റെ അസുഖമുള്ളവർ, ചില കുഴഞ്ഞ് വീഴുമെന്ന് തോന്നുന്നവർ, എപ്പിലെപ്സി രോഗികൾ, ചുഴൽ രോഗികൾ, അപസ്മാര രോഗികൾ കർത്താവിൻ്റെ നാമത്തിൽ സ്പർശിക്കട്ടെ. കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം നിങ്ങളുടെ സ്ഥിതി തളിക്കപ്പെട്ട മാരക രോഗങ്ങൾ, ഡോക്ടർ മരണം വരെ മരുന്ന് കഴിക്കണമെന്ന് പറഞ്ഞിട്ടുള്ള രോഗങ്ങൾ ഇപ്പോഴും ഈശോയുടെ ഉന്നതമായ നാമത്തിൽ കൃപാസന ആൾത്താരെ
ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ മാരക രോഗങ്ങളും തീരാവേദികളും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ടെന്ന് കൽപ്പിക്കുന്നു. ജീവിത ഭാരങ്ങൾ അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും എൻ്റെ അടുക്ക് വരിക. ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാവുന്ന നല്ല കർത്താവേ, ഇപ്പോഴാശ്വാസത്തിന് വലത്ത് കരം കർത്താവേ അങ്ങയുടെ മക്കൾക്ക് അങ്ങ് നീട്ടിക്കൊടുക്കണം പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ നിങ്ങളിലേക്ക് ആവശ്യിക്കട്ടെ. നിങ്ങളുടെ കഴിവിലല്ല, കർത്താവിൻ്റെ കൃപയാൽ നിങ്ങൾ ആശ്വസിപ്പിക്കപ്പെടുകയും അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യട്ടെ. എവിടെയെങ്കിലും ഞങ്ങളുടെ കഴിവുകളും കപ്പാസിറ്റികളും കുറഞ്ഞു പോവുകയും ഞങ്ങൾക്ക് ഉള്ള ക്ലെയിം നഷ്ടപ്പെടുകയും അവകാശം നഷ്ടപ്പെടുകയും ചെയ്യുമ്പോൾ കർത്താവ് നിന്നെ ഓർക്കാൻ, നിൻ്റെ വചനങ്ങൾ ഓർക്കാൻ, നിൻ്റെ വാക്ക് ഓർക്കാൻ, നിൻ്റെ വാഗ്ദാനം ഓർക്കാൻ, ആ വാഗ്ദാനങ്ങൾ നീ ഞങ്ങൾക്ക് വേണ്ടി നൽകിയിരിക്കുന്ന നിയോഗങ്ങളെ ഓർത്തുകൊണ്ട് നിന്നിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് കർത്താവെ, ഞങ്ങളുടെ കഴിവിലല്ല നിൻ്റെ കൃപയിലാണെന്നുള്ള സുവിശേഷത്തിൻ്റെ ഏറ്റവും വലിയ വെളിപ്പെടുത്തൽ ആശ്രയിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാ കഴിവുകേടുകളും നിഷ്പ്രഭമാകുന്ന നിസ്സഹായമാകുന്ന എല്ലാ അവസ്ഥകളിലും കർത്താവ് നിറഞ്ഞു നിൽക്കട്ടെ. ഇന്ന് മുഴുവൻ നിറഞ്ഞു നിൽക്കട്ടെ. നിത്യപിതാപുത്രനും പരിശുദ്ധാത്മാവായ സർവ്വേശ്വരൻ എന്നേക്കും ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ കുറേ വചനങ്ങൾ പെട്ടെന്ന് ഒറ്റ ശ്വാസത്തിൽ ഒരുപാട് വചനങ്ങൾ കേൾക്കാൻ പോയി. നമ്മൾ ആദ്യം ഞാൻ നിങ്ങളോട് കഴിഞ്ഞ 2 ദിവസം മുമ്പ് പറഞ്ഞു തരുന്നത്, അതായത് വിശ്വാസം നമുക്കെന്ത് പറ്റും, അറിവിൽ നിന്ന് കിട്ടുമെന്ന്. അതാണ് സാക്ഷ്യങ്ങൾക്ക് പ്രാധാന്യം എന്ന് പറഞ്ഞായിരുന്നു അല്ലേ. വിശ്വാസം റോമാ 10:17 വിശ്വാസം കേൾവി എന്നും, കേൾവി യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവിൽ നിന്നുമാണ്. അപ്പം യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവുകൾ കൂടുന്നതനുസരിച്ച് കൊണ്ട് വിശ്വാസം കൂടും. നമുക്ക് പല അറിവുകളുണ്ട്. അമേരിക്കയെക്കുറിച്ച് അറിയാം, ട്രംപിനെ കുറിച്ച് അറിയാം, പക്ഷേ വിശ്വാസം വർദ്ധിക്കണം നിർബന്ധമില്ല. വിശ്വാസം വർദ്ധിക്കണമെന്നുണ്ടെങ്കിൽ യേശുക്രിസ്തുവിനെ കുറിച്ച് അറിയണം. അതാണ് വിശ്വാസം കേൾവി എന്നും. ഇപ്പം കേൾവി എന്ന് വിശ്വാസം ഉണ്ടാകാം എന്ന് പറഞ്ഞാൽ അത് അറിവിൻ്റെ വിശ്വാസമാണ്. പക്ഷേ അറിവിൽ നിന്നുണ്ടാകുന്ന വിശ്വാസങ്ങളുണ്ടല്ലോ, ഒരു കുഴപ്പമുണ്ട്. അതിന് അറിവിൽ നിന്നുണ്ടാകുന്ന വിശ്വാസം കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ അടന്ന് വീഴും. എന്താണ്, ഉറക്കത്തില്ല. ഇപ്പം ചില പിഞ്ചുകളെന്ന് പറയും. എനിക്ക് പണ്ട് ഈ മത്ത വളർത്തുന്ന ഒരു പരിപാടിയുണ്ട്. മത്തക്കുരു കുഴിച്ചിട്ടിട്ട് ഞാൻ എല്ലാ ദിവസവും കുഞ്ഞുനാളിൽ അതിൻ്റെ കൂടെ പോകും. അത് ഓരോ പറമ്പിൽ, ഞങ്ങളുടെ ഓരോ പറമ്പിലും ഇങ്ങനെ ചുറ്റി കിടക്കുമ്പോൾ എവിടെയാണ് പൂ വരുമ്പോൾ അതിൻ്റെ അറ്റത്ത് എവിടെയെങ്കിലും 2-3 പൂ വന്നതിന് ശേഷം പിന്നീട് ഒരു പിഞ്ച് വരും. പിഞ്ച് വരുമ്പോൾ അപ്പം തന്നെ ഞാൻ പുല്ലിട്ട് മൂടും. എന്താ കാര്യം അറിയാമോ? പിഞ്ചിന് വെയിൽ തട്ടായിരിക്കാൻ വേണ്ടി. പക്ഷെ പിഞ്ചിട്ട് മൂടുമ്പോൾ വല്ല പ്രാണിയും വന്ന് ചിലപ്പോൾ ആ പിഞ്ചിട്ട് കുത്തും. ചിലപ്പോൾ ഒരു പുഴു കുത്തണാണേ, അതോടുകൂടി പിഞ്ച് അടന്നു പോകും. ഈ കേൾവി എന്നുള്ള വിശ്വാസം ചില സ്ഥലത്ത് പിഞ്ച് പോലെ അടന്നു പോകും. അതാ അങ്ങനെ ഒരു കുഴപ്പമുണ്ടത്. പിന്നെ രണ്ടാമത്തെ വിശ്വാസമുണ്ട്. എന്താണ്? പ്രത്യാശ. നമ്മളെ നിരാശരാക്കുന്നില്ല. റോമ 5:5 പ്രത്യാശ. അതായത് പണ്ടത്തെ അറിവുണ്ട്, ആ അറിവിൽ അനുഭവങ്ങളുണ്ട്, പക്ഷെ നമുക്കത് റിപ്പീറ്റ് ചെയ്തിട്ടില്ല. അപ്പം അഗ്നിശോധനയെ അതിജീവിച്ച വിശ്വാസമാണ് ആ പിഞ്ചാൻ അടന്നു പോകാൻ നിൽക്കുന്നത്. അഗ്നിശോധനയെ അതിജീവിച്ച വിശ്വാസം. അപ്പോൾ ഒരു വിശ്വാസം ഉണ്ടായി, പക്ഷേ ഈ പ്രാണി വന്ന് കുത്തണ പോലെ ഒരു കുത്തൽ വന്നാലും ചില പിഞ്ചുകൾ അതിനെ അതിജീവിച്ച് വളരും. കാരണം അതിൻ്റെ പ്രതിരോധ ശക്തി അതിൽ തന്നെ ഉണ്ടാകും. അപ്പോൾ നമ്മൾ വിശ്വാസത്തിൻ്റെ അതിജീവനത്തിൻ്റെ പ്രതിരോധ ശക്തി നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടാകണം. അതെന്താണ്? ആ സ്നേഹം. വിശ്വാസത്തിൻ്റെ പ്രതിരോധ ശക്തി നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടാകണം. ചില പിഞ്ചുകൾ ഇങ്ങനെ പ്രാണികളെ കൊത്തിയാലും അത് അടന്നു പോകാതെ അത് വളരും. എന്താ കാര്യം? ആ പ്രാണികളുടെ വിഷം കയറിയതിനെ പ്രതിരോധിക്കാനുള്ള ശക്തി അതിൽ തന്നെ പ്രകൃതി കൊടുത്തിട്ടുണ്ട്. നമ്മൾക്കും വിശ്വാസത്തിൻ്റെ കേൾവി എന്നുള്ള വിശ്വാസമാണെങ്കിലും പ്രതിരോധ ശക്തി നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ അതെന്താ പ്രതിശോധന എന്ന് പറയുന്നത്? ഗലാത്യർ 5:6 സ്നേഹത്തിലൂടെ പ്രവർത്തന നിരതമായ വിശ്വാസമാണ് സുപ്രധാനം. അപ്പൊ ആ പിഞ്ച് അടന്നു പോകത്തില്ല. ഇങ്ങനെ ഒരു ഹേമം തട്ടിയാൽ പോലും അതിനെ ഈ സ്നേഹം കൊണ്ട് പ്രതിരോധിക്കും. ചില ആൾക്കാർക്ക് വിശ്വാസത്തെക്കാൾ ഉപരി ദൈവത്തോട് സ്നേഹമായിരിക്കും. അപ്പോൾ ദൈവത്തോട് സ്നേഹം ഉള്ളിലുണ്ടെങ്കിൽ
വിശ്വാസത്തിന് അല്പം മങ്ങൽ തട്ടി അടന്നു പോയ പൗരവത്തിലാണെങ്കിലും നമ്മൾ അതിജീവിക്കും. അതാണ് അതാണ് അതിജീവിക്കും എന്ന് പറയണില്ലേ. 1 പത്രോസ് 1:7. കാരണം അഗ്നിശോധനയെ പ്രാണി വന്ന് കുത്തണല്ലേ പിഞ്ചില്. അതെ, അഗ്നിശോധനയെ അതിജീവിക്കുന്ന എങ്ങനെയാണ്? അകത്ത് പ്രതിരോധ ശക്തി ഉണ്ട്. അതാണ് അത് ഗലാത്യർ 5:6 അനുസരിച്ചുള്ള സ്നേഹത്താൽ പ്രവർത്തനക്ഷമമായ, നമ്മൾ പ്രവർത്തിക്കുന്നത് എന്തുകൊണ്ടാണ്? ദൈവസ്നേഹത്താലാണ്. അപ്പൊ സ്നേഹത്താൽ പ്രവർത്തനക്ഷമമായ വിശ്വാസത്താൽ നശ്വരമായ സ്വർണത്തേക്കാൾ അഗ്നിശോധനയെ സ്നേഹത്താൽ പ്രവർത്തനക്ഷമമായ വിശ്വാസത്താൽ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണത്തേക്കാൾ വിലയേറിയതാണ് പരീക്ഷകളെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം. ഈ പരീക്ഷകളാണ് ഈ പ്രാണി എന്ന് പറയുന്നത്. പിഞ്ചിൽ വന്ന് പ്രാണി കൊത്തും. പിഞ്ചെന്ന് പറയുന്നത് എന്താണ്? പൂവിൽ നിന്ന് വിരിയുമ്പോൾ ചെറിയൊരു കാ പോലെ വരുന്ന സംഭവത്തിനാണ് പിഞ്ചെന്ന് പറയണത്. അപ്പം അതിൽ ചില സമയത്ത് പ്രാണികൾ വന്ന് കൊത്തുന്ന അഗ്നിശോധന ഉണ്ടാവും. ചില കായ്കൾ ചിലത് അപ്പത്തിന് അടന്നു വീഴും, ചിലത് അതിനെ അതിജീവിച്ചു കൊണ്ടുവരും. തണ്ട് മൂപ്പെത്തുന്ന വരെ അനുസരിച്ചുകൊണ്ട് പിഞ്ചുകൾ അടരാതിരിക്കും. മറ്റൊരു തണ്ടിന് മൂപ്പെത്തുന്ന വിചാരിച്ചുകൊണ്ട് ആദ്യം തണ്ട് ഇളയതാണെങ്കിൽ ചിലപ്പോൾ അടന്നു പോകും. അപ്പം നട്ടല് എന്ന് പറയണതും തണ്ട് മൂപ്പത്തണെന്ന് പറയണതും അഗ്നിശോധന അതിജീവിക്കണമെന്ന് പറയണതും ഒരു വ്യാവഹാരിക ഭാഷയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ദൈവസ്നേഹത്താൽ നമ്മൾ ഊട്ടി ഉറപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിജീവിക്കാൻ പറ്റും. അപ്പോൾ ദൈവം നോക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ അതിജീവിത വിശ്വാസമുണ്ട്, അതിജീവിച്ച വിശ്വാസം. അപ്പോൾ നമ്മൾ ഈ ക്രോണോളജിക്കലായിട്ട് വളരുമ്പോൾ നമ്മൾക്ക് ഒരു 10-20 വയസ്സ് 25 വയസ്സാകുമ്പോഴത്തേന് ചിലർക്ക് അതിജീവിച്ച വിശ്വാസമുണ്ട്. അവർക്ക് എന്ത് തകർച്ച വന്നാലും കുലുങ്ങത്തില്ല. എന്താ കാര്യം? അവർക്ക് സ്നേഹത്താൽ പ്രവർത്തനക്ഷമമായ വിശ്വാസത്തിൻ്റെ ആന്തരിക അനുഭവങ്ങളുണ്ട്. എൻ്റെ ദൈവം ഇതെവിടെയെങ്കിലും കൊണ്ടുപിടിച്ച് കെട്ടും, ഞാൻ വിഷമിക്കാൻ അനുവദിക്കത്തില്ല, അവന് നിർമ്മലൻ അഴിഞ്ഞു പോകാൻ അനുവദിക്കത്തില്ല എന്നൊക്കെ പറയത്തില്ല. അത് അനുഭവമാണ്. ടേക്ക് ദി ബെഡഫോർഡ്. സങ്കീർത്തനം 16:10. അവിടുന്ന് എന്നെ പാതാളത്തിൽ തള്ളുകയില്ല, അങ്ങയുടെ പരിശുദ്ധൻ ജീർണിക്കാൻ അനുവദിക്കുകയില്ല. അത് വലിയ പ്രത്യാശയാണത്. അത് സ്നേഹത്താൽ പ്രവർത്തനക്ഷമമായ വിശ്വാസത്തിൽ നിന്ന് ഒരു വ്യക്തി നേടിയെടുക്കുന്ന പ്രത്യാശയാണ്. അത് വിശ്വാസം പ്രത്യാശയാൽ പരിപുഷ്ടമായിരിക്കുകയാണ്. അതുകൊണ്ടാണ് തൻ്റെ നിർമ്മലൻ അഴിഞ്ഞു പോകാൻ അനുവദിക്കത്തില്ലെന്ന് സ്വയം പ്രഖ്യാപിക്കുന്നതിൻ്റെ കാരണം ഇതാണ്. സ്വയം ഉള്ളതൊരു പ്രഖ്യാപനമാണ് ശരിക്കും പറഞ്ഞാൽ. ഇതൊക്കെ പ്രാർത്ഥനകളെല്ലാം പ്രത്യാശ നിർഭരമായ പ്രാർത്ഥനകൾ സുവിശേഷത്തിൻ്റെ പ്രഖ്യാപനമാണ്. ആ ജീവിതം അതിൻ്റെ വാഗ്ദാനങ്ങൾ പ്രാപിക്കുകയും ചെയ്യും, തദാനുസാരമുള്ള വാഗ്ദാനങ്ങൾ പ്രാപിക്കുകയും ചെയ്യും. അപ്പോഴേ ഓരോ നിമിഷവും ദൈവം ആഗ്രഹിക്കുന്നത് അറിവിൽ നിന്ന് പ്രത്യാശയിലേക്ക്, നിൻ്റെ വിശ്വാസം അറിവിൽ നിന്ന് പ്രത്യാശയിലേക്ക്, വിശ്വാസം പ്രത്യാശയിൽ നിന്ന് ദൈവസ്നേഹത്തിൽ നിന്ന് അനുഭവത്തിലേക്കും അതിജീവനത്തിലേക്കും നീ അതിജീവിച്ച് വളരണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടിയാണ് ഓരോരോ നെഗറ്റീവ് ഫീലിങ്സും അനുഭവങ്ങളൊക്കെ ജീവിതത്തിൽ വരണത്. അതിന് നിങ്ങൾ പോസിറ്റീവായിട്ടാണ് സമീപിക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.